ഈ മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി സിന്ധുവിന്റേതെന്ന് പറയപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു. ഗുണ്ടകളെയും പോലീസിനെയും തനിക്ക് പരിചയമുണ്ട്, നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും നല്ല ബന്ധമുണ്ടെന്നും ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അത് കേൾക്കാം. പോലീസോ സൈബർ സെല്ലുകാർക്ക് സൈബർ സെല്ലോ ഇനിയിപ്പോ ദുബായിലായാലും എനിക്ക് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇവിടെ വേറൊരു ഇത്രയുമാണ് സംഭാഷണത്തിൽ പറയുന്നത്. അനൂപ് ദാസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങളും നൽകാൻ ചേരുന്നത്. അനൂപ്, ഇങ്ങനെ ഇപ്പോൾ പ്രതികളായിട്ടുള്ളവരുടെ ഓരോ ഓഡിയോ സംഭാഷണങ്ങളൊക്കെ വരികയാണ്. ഇപ്പോൾ ഈ സിന്ധു മുഖ്യപ്രതിയാണ്. അവർ ആരുമായിട്ടുള്ള അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? എന്തായാലും ഉന്നതരുമായിട്ട് തനിക്ക് പിടിപാടുണ്ട് എന്ന് പറയുന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അവിടെ ഈ കേസിന്റെ ബാക്കി ഗതി ഇപ്പോൾ എങ്ങനെയാണ്? കേസ് അന്വേഷണം വിപുലമായി നടക്കുന്നുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഞെട്ടിപ്പിക്കുന്ന ഈ സെക്സ് റാക്കറ്റിൻ്റെ വിവരങ്ങളും പുറത്തു വന്നു. എന്നാൽ ഇപ്പോൾ ഈ 12 സെക്കൻഡ് മാത്രമുള്ള ഈ പുറത്തു വന്ന ഓഡിയോ വ്യക്തമാക്കുന്നത് ഈ സ്ത്രീ, ഈ മുഖ്യപ്രതിയായിട്ടുള്ള ആൾ, തനിക്ക് പലരുമായും ബന്ധമുണ്ട്, ഉന്നതരുമായി ബന്ധമുണ്ട്, പോലീസിൽ പിടിയുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ മേനി പറച്ചിലാണോ, അവർ ഭയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളെ ഇത് പറഞ്ഞ് പേടിപ്പിക്കാനുള്ള ശ്രമമാണോ, അതല്ല യഥാർത്ഥത്തിൽ ഇവർക്ക് ഇങ്ങനെ ഉന്നതരുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ 12 സെക്കൻഡ് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ ഓഡിയോയുടെ കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന കാര്യം. കാരണം നമ്മുടെ നാടിനെ തന്നെ ഞെട്ടിച്ച ഈ സെക്സ് റാക്കറ്റ് കേസിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോയി ലൈംഗിക വൃത്തിക്ക് വേണ്ടി വിൽപ്പന ചരക്കാക്കി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇവിടെ പോലീസിലും മറ്റ് ഉന്നതരിലും ബന്ധമുണ്ട് എങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ ഓഡിയോ ഗൗരവത്തോടു കൂടി എടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.